കെൻമി ഓൺലൈൻ ഇംഗ്ലീഷ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാം. ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ മെസ്സേജ് അയക്കൂ. ഹലോ, ഗുഡ് ഈവനിങ്. അപ്പൊ ഇതിനും ഒരു ഇലക്ട്രിഫൈങ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പഴേ നമ്മുടെ ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗുഡ് ടെക്നിക്കാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണേ കേട്ടോ. മൈജിയുടെ ഓൺലൈൻ സൈറ്റ് ആയിട്ടുള്ള www.myg.in എന്ന സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ട് ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് ഗാഡ്ജറ്റ്സ് പർച്ചേസ് ചെയ്യാം. അതായത് പ്രമുഖ ബ്രാൻഡുകളുടെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, AC അങ്ങനെയുള്ള എല്ലാ പ്രൊഡക്ട്സും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. അത് മാത്രമല്ല, മൈജിയുടെ എക്സ്പ്രസ് ഡെലിവറിയിലൂടെ നിങ്ങൾക്ക് എന്താ പറയുക, നമ്മൾ ഇങ്ങനെ അതിവേഗം നിങ്ങൾക്ക് പ്രൊഡക്ട്സ് സ്വന്തമാക്കാൻ സാധിക്കും, വീട്ടിലെത്തും. സോ ഹാപ്പി ഷോപ്പിംഗ് വിത്ത് മൈജി. ഏതായാലും ഇന്നത്തെ സ്റ്റാർ മാജിക്കിനെ ഞാൻ പറഞ്ഞല്ലോ ഇലക്ട്രിഫൈങ് എപ്പിസോഡ്. അപ്പോൾ അത് ഇലക്ട്രിഫൈഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ 2 ടീം മെമ്പേഴ്സിനെയും ടീം ക്യാപ്റ്റൻസിനെയും നമുക്ക് വെൽക്കം ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം ദി എൻഡ് ടീം. നമ്മുടെ പ്രായം നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് അറിയില്ല, ഒരു സഹായം ചെയ്യോ? അതുകൊണ്ടല്ലേ ലക്ഷ്മി അനങ്ങാതെ എന്നിട്ട് ഇങ്ങനെ അത്ര അതെ, എന്റെ കയ്യിലും കാലിനൊക്കെ വേദന എടുക്കും. ലക്ഷ്മി ഒരു സഹായം ചെയ്യോ? എന്താ? ഒന്ന് ഇങ്ങനെ ആക്കി തരാൻ പറ്റും? എന്തിനാ? കാറ്റുള്ള തുടക്കത്തില് ഇവൻ റേറ്റിംഗ് കയറ്റാനുള്ള പ്ലാനാന്ന് തോന്നുന്നല്ലോ. ഞാനല്ലടാ ഈ സൈഡ് നിക്കണേ. ഇന്ന് അസീസിന്റെ കൗണ്ടറല്ല ഏക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇന്ന് അസീസിന്റെ കൗണ്ടറിനല്ല ഒരു തളർച്ച ഉണ്ടായിരിക്കും. പിന്നെ ഇത് മനസ്സിലാക്കിയോ? ഉള്ളിവിടെ ഉണ്ടാക്കണ ചേച്ചിയുടെ അടുത്ത് ഏതോ അപമര്യാദയായിട്ട് പെരുമാറി. പക്ഷെ മാവേല് മുക്കി ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുമ്പോ അപമര്യാദ ഇങ്ങനെ ഇങ്ങനെ കൊച്ചുങ്ങൾ വരെ തല്ലിക്കളഞ്ഞല്ലോടാ. അല്ല, ഇതിന്റെ ഇടയിലെ ഒരു സ്പെഷ്യൽ എൻട്രിയിലൊക്കെ ഒരാൾ വരുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഞാൻ ഇദ്ദേഹത്തെ ചോക്ലേറ്റ് കുട്ടപ്പൻ എന്നാ പറഞ്ഞു. പക്ഷെ ഇപ്പൊ താടിയൊക്കെ നല്ല അമൂല അല്ല, പുള്ളി വിചാരിച്ചു ഐസ്ക്രീം. പുള്ളി വിചാരിച്ചു ഇന്നും പുള്ളിക്ക് സ്പെഷ്യൽ എൻട്രി ആയിരിക്കും. എന്റെ അടുത്തും ചോദിച്ചു ഉണ്ടോന്ന്. ഇല്ലാന്ന് കാണിച്ചു കേറിങ് പോകുന്നു. അല്ല, എന്തൊക്കെ നാട്ടുകാര് പറഞ്ഞു ഇത് കണ്ടിട്ട്. വരൂ ഇവിടേക്ക്. നാട്ടുകാർ അത് പറയണ്ട, അത് പോട്ടെ. ഇനിയൊന്നും പറയാൻ ബാക്കിയില്ല. എന്തൊക്കെ നാട്ടുകാർ പറഞ്ഞു പോട്ടെ, വീട്ടുകാരെന്ത് പറഞ്ഞു അത് ഞങ്ങൾക്ക് അറിയേണ്ടത്. ആ രീതിക്ക് വീട്ടുകാരൊക്കെ വളരെ സന്തോഷം തന്നെയാണ്. പിന്നെ കഴിഞ്ഞ തവണത്തെ പോലെ നിന്റെ സ്വഭാവത്തെ കുറിച്ചല്ല, പരിപാടിയെ കുറിച്ച്. അതെ, പരിപാടിയെ കുറിച്ച് ഒന്നുമില്ല. 10 നമ്പറും കൂടെ കൂടി. എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ എനിക്കും പറയണം. പ്രധാനമായിട്ട് പറഞ്ഞത് കാരണം എന്താ അറിയോ? ഷാഫി വാച്ചറിന്റെ അടുത്ത് വന്ന് ചോദിച്ചത് എന്താ പറയാ, രമേഷ് പിഷാരടി കയറിപ്പോതെ പുള്ളിക്ക് പറയാനുണ്ട്. കാരണം കഴിഞ്ഞ തവണ വായ തുറക്കാനായിട്ട് ആര് സമ്മതിച്ചിട്ട് 2 മിനിറ്റ് സമയം തരും, പറയാനുള്ളത് മൊത്തം പറഞ്ഞു. ഞാൻ ശശുവിനെ കണ്ടപാട് വിചാരിച്ചെന്നല്ല, ഉള്ളിവടെ പുള്ളി പറഞ്ഞല്ലോ. എനിക്ക് കണ്ടപാട് തോന്നി എന്താ പറഞ്ഞ, ഏതോ കോൺഗ്രസ്സുകാരുടെ കൊച്ചുങ്ങള് പിന്നെ പെയിന്റിങ്ങിന് പോയ സമയത്ത് പതിച്ച് ഇലക്ഷനൊക്കെ വരാണല്ലോ. അപ്പൊ ഈ കോമഡിക്ക് കടന്നു പോകണം വഴി സൈഡിലേക്ക് ആന എവിടെ നിപ്പുണ്ട് ആ സൈഡിലേക്ക്. ആദ്യം ഇതിനൊരു മര്യാദക്കുള്ള ഉള്ളിവട കോമഡി ഉണ്ടായിരുന്നു. അത് ഏറ്റിട്ടും അതിന്റെ മുകളിൽ കയറി അടിക്കും. ആ ഉള്ളിവട എങ്ങനെ വലിച്ചപ്പോ അതിനകത്ത് നൂലുണ്ടായിരുന്നു. ഷാഫിയെ കുറ്റമുണ്ട് കാര്യമില്ല. ഷാഫി വന്നത് സുധിയന്റെ അടുത്താണ്. ഇനി സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ഈ താടിയൊക്കെ കളഞ്ഞ് ഒന്നും കൂടെ പ്രായമൊക്കെ കുറയ്ക്കാൻ പെൺകുട്ടികളുടെ ആരാധന? നമ്പർ കൂടിയപ്പോ താടി കളഞ്ഞു. എന്തൊക്കെ മെസ്സേജസാ വന്നേ? ഞാൻ കഴിഞ്ഞ തവണ ഈ ഫ്ലോറിൽ നിൽക്കുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു സെൽഫിയുടെ എണ്ണം കൂടി. അതായത് സാധാരണ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ കുറെ കാലമായിട്ട് പാട്ടിലൊക്കെ കാണാറുള്ള ഒരു ചേട്ടൻ എന്നുള്ള നിലയ്ക്ക് ആരെങ്കിലുമൊക്കെ വന്ന് ഫോട്ടോ എടുക്കാറുണ്ടായിരുന്നു. ഇപ്പോ അതല്ല, ഇപ്പോ സ്റ്റാർ മാജിക്കിൽ വന്ന ആളായതുകൊണ്ട് എനിക്കൊരു സ്പെഷ്യൽ പരിഗണന കിട്ടുന്നുണ്ട്. അത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പൊ അതിനുള്ള ഒരു വലിയ പരിഗണന മുതലെടുക്കരുത്. ഏത് രീതിയിലാണെന്നുള്ള നമുക്ക് സ്വകാര്യമായിട്ട് പറയാം. ഈ കോമഡികൾക്കൊക്കെ വഴി കാട്ടിക്കൊടുക്കാനായിട്ട് ഞാൻ ഒരാളെയും കൂടെ ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ സെലിബ്രിറ്റി ഹോട്ട് സീറ്റിലേക്ക് വരാൻ പോകുന്ന സ്റ്റാർ മാജിക്കിന്റെ ഈ ഫ്ലോറിലേക്ക് നമ്മൾ വിളിക്കാൻ പോകുന്ന ഒരു ഡയറക്ടറാണ്, ഒരു ആക്ടറാണ്. ഇദ്ദേഹത്തെ കണ്ടാൽ നമുക്ക് ചിരിയും വരും, അറ്റ് ദ സെയിം ടൈം പേടിയും വരും. വില്ലനായിട്ടും നമ്മളെ ചിരിപ്പിക്കാൻ ക്യാരക്ടർ റോൾസും എല്ലാം ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രമാണ്. ഡയറക്ടർ ഭദ്രൻ എന്നും പറയുന്നത് ദേവാസുര ഭാവമുള്ള ഒരാള് അല്ലേ? രണ്ടും ചേർന്ന ഒരാള്. ഏതാണ് അവതാരം? സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിലേക്ക് നമുക്ക് വെൽക്കം ചെയ്യാം കലാഭവൻ ഷാജു.
തോമസ്, എന്തൊരു സന്തോഷമാണെന്നറിയോ? കാര്യം ഡെയിലി വീട്ടിൽ ഇരുന്ന് കാണുന്ന നിങ്ങളെയൊക്കെ അടുത്ത ദിവസം വളരെ സന്തോഷം. ഞങ്ങൾ ഡെയിലി സിനിമ കാണുന്ന നിങ്ങളെ നേരിട്ട് കണ്ടത്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഈ സ്റ്റെപ്പ് എല്ലാരും പേടിച്ചു വരും. ആദ്യമായിട്ടാണ് ഒരാൾ ചാടി ഓടി ഇത്രയും എനർജറ്റിക് ആയിട്ട് ഇറങ്ങണേ. ആദ്യം തന്നെ ഒരു വലിയ കൈ കൊടുക്കാം. വേറെ ഒന്നുമല്ല, കാല് തെറ്റി പോകുന്നത് എങ്ങനെയെങ്കിലും തല ഇറങ്ങി വരണ്ടേ. മൊത്തത്തില് ലുക്കിലും ആ ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെ മൊത്തത്തിലൊരു മേക്ക് ഓവർ വന്നിട്ടുണ്ട്, ഒരു മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, തോന്നിയോ? ഭയങ്കര മാറ്റം എന്ന് വെച്ചാൽ വളരെ എനർജറ്റിക് ആയി, യങ്ങായി. ഒരു ലോക്ക്ഡൌണോട് വന്നു കഴിഞ്ഞാൽ ഇതിലും മാറ്റമായിരിക്കും. ഈ ലോക്ക്ഡൌണിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? ഈ ലോക്ക്ഡൌണിൽ എന്താണ്, എല്ലാവർക്കും വന്നിട്ടുള്ളത് പോലെ വീട്ടിൽ തന്നെ ഇരുന്നു കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു, സിനിമകളൊക്കെ കണ്ടു. പുതിയൊരു സിനിമയുടെ എഴുത്തും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു, നടക്കുന്നു. പിന്നെ അക്കൗണ്ടിലുണ്ടായിരുന്ന പൈസയൊക്കെ പോയി. മെയിനായിട്ട് അല്ല, പുതിയ എഴുത്ത് നടക്കുന്നു. അത് ശരി. അടുത്ത സ്റ്റെപ്പ് ഇഷാരടി വന്നപ്പോഴേ എന്നോട്, ഞാൻ ഇങ്ങോട്ട് വരുന്ന അറിഞ്ഞപ്പോഴവൻ പറഞ്ഞാളിയാ അസീസ് അവിടെ ഉണ്ട്, അപ്പൊ കാലം വിടുന്നു. ഞാൻ ഇവിടെ വരുമ്പോ ഒരുപാട് സന്തോഷം തോന്നുന്നത്. കാര്യം ഞങ്ങൾ സ്ഥിരം ഇതിന്റെ പ്രേക്ഷകരാണ്. പ്രത്യേകിച്ച് എന്റെ ഭാര്യയും പിള്ളേരും ഇഷ്ടപ്പെടുന്ന, വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട് ഇവിടെ. ചേച്ചിക്കും മക്കൾക്കൊക്കെ ഒരു വലിയ ഹൈറ്റ് നമ്മുടെ വക. യെസ്. അപ്പൊ ഒരാളെ കാണുമ്പോൾ അവരെപ്പോഴും ഇങ്ങനെ ഇരിക്കും. ഒരാളുടെ പെർഫോമൻസ് കാണും. മറ്റാരും അല്ല, അനുകുട്ടിയാ. അനുകുട്ടി നമ്മൾ ഈ കീ ഒക്കെ കൊടുത്ത് വിടത്തില്ല. അനുകുട്ടി ഒരു പെർഫോമൻസ് അതാ ചെയ്യുന്നില്ല, ചെയ്യുന്ന അതാണ്. കയറെ കയറാനാണെങ്കിൽ എവിടെ കയറാനാണ് ചാടിക്കുക. ആ ഒരു സ്പിരിറ്റ്, അവൾ അത് കാരണം വേറൊന്നുമില്ല, അവൾ ചെയ്യുന്നത് എന്താന്ന് അവൾക്ക് അറിയാതെ. ആ ഒരു സ്പിരിറ്റ് കൂടുതൽ കാണുന്ന എപ്പോഴും. അങ്ങനെ സ്പിരിറ്റ് കൂടുതൽ കാണണമെങ്കിൽ സുധികളിന് എന്തൊക്കെ ചെയ്യണം. പിന്നെ ഒരു അതിജീവനത്തിന്റെ കഥയാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെയൊക്കെ ഇടയ്ക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പാടുപെടുന്ന ഒരാളുണ്ട്. എപ്പോഴും വലിയ ഇഷ്ടമാണ് എന്റെ മറ്റേ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇവിടെ കിടന്നിട്ട്. ഡാൻസിന് ഡാൻസ്, പാട്ടിന് പാട്ട്, ഒരുമാതിരിപ്പെട്ട ആർക്കാ ഒരു ധൈര്യം വരും. അതെ 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 അതെ. ഷിയാസിന് ഇഷ്ടമുണ്ടോ? പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഷിയാസ് ആ പാട്ടൊന്ന് പറഞ്ഞ മുത്തേസത്തല്ലേ? മുത്താണ് സത്താണ് ഈ ഷോയുടെ. ഷിയാസ് അത് മനസ്സിലാക്കണം. പുള്ളി മുത്തേസത്തയുടെ CD അപ്പുറത്തെ ആൽമരച്ചോട്ടിൽ വെച്ചിട്ടുണ്ട്. അന്ന് അത് അവിടെ നിന്ന് പറഞ്ഞ മേടിച്ചിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു ഇതുപോലൊരു ഫോർമാറ്റിൽ ഒരു ഷോ മലയാള ടെലിവിഷൻ രംഗത്ത് വന്നിട്ടില്ല. കാരണം ഇതിനെന്താണ് ഫോർമാറ്റ്. ഞങ്ങൾ ഒരാളുടെ പേര് മാറ്റിയിട്ടുണ്ട്, വിനയചന്ദ്രന്റെ. അതെനിക്കറിയാം. അല്ല ഷാജു ചേട്ടാ, പിന്നെ അല്ല പുള്ളിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വിനയൻ, നമ്മുടെ പേര് മാറ്റിയല്ലോ, വിനയൻ നാക്കിയല്ലോ. കാര്യം എനിക്ക് ഇതിലും കുറച്ച് ഷിയാസിനേക്കാൾ ഹൈറ്റ് ഉണ്ടായിരുന്നു. ഈ കുനിഞ്ഞു എന്തായാലും ഷാജോൻ ചേട്ടൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ടെലിവിഷൻ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ളൊരു ഷോ ഉണ്ടാവില്ല എന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഒരുപാട് ഷോസിൽ ജഡ്ജായിട്ട് വരെ ഇദ്ദേഹം വരയ്ക്കുന്നുണ്ട്. സോ അത് നമുക്ക് ഭയങ്കര. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ, നമുക്കിവിടെ അങ്ങനെ സ്ക്രിപ്റ്റഡ് അല്ലോ. നമുക്കിവിടെ വരുന്നവർക്ക് എന്തും പറയാം, എന്തും ചെയ്യാം. മുത്തേസത്തെ ഇവർ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്, നമുക്ക് എന്തും ചെയ്യാം. അപ്പൊ എന്തായാലും ഷാജോൻ ചേട്ടൻ വന്ന സ്ഥിതിക്ക് എപ്പിസോഡിന്റെ ഒരു ഓപ്പണിംഗ് എന്നുള്ള രീതിയിൽ നമുക്കായിട്ട് ഒരു പാട്ട് പാടിത്തരും. അപ്പൊ ഒരു പാട്ട് പാടാം അല്ലേ? ശരി, നോക്കാം. പെട്ടെന്ന് പറഞ്ഞ അല്ലെങ്കിൽ നമുക്ക് ഒരു പാട്ട്. മുത്തുമണിത്തൂവൽ തരാം, അല്ലിത്തളിരാട തരാം. മുത്തുമണിത്തൂവൽ തരാം, അല്ലിത്തളിരാട തരാം. ഒരു പൂവിതളിൽ മധുരം പകരാം. ചെറുപൂങ്കാറ്റായി മെല്ലെ താരാട്ടാം. ഈ കനവിലൊതുങ്ങും കണ്ണീർ കുരുവികളെ. മുത്തുമണിത്തൂവൽ തരാം, അല്ലിത്തളിരാട തരാം.
ഒരു സൂര്യകാരുണ്യം സായാഹ്നമാ താലോലമാ ഈ സ്നേഹസന്ധ്യയിൽ ജീവന്റെ കൂട്ടിലൻ താരിളം കിളികളെ ചേക്കേറുമോ മുത്തുമണിത്തൂവൽ തരാം അല്ലിത്തളിരാട തരാം. താങ്ക് യു. അതിൽ എനിക്ക് പേടി എന്തായിരുന്നറിയോ? പാട്ട് മതിയായില്ല നമുക്ക്. അത്രയും സൂപ്പർ. ഞാൻ ഇവിടെ ടെൻഷൻ അടിച്ചിരുന്ന പാടിയത്. കാര്യം ഇതുവരെ നിൽക്കാത്തൊരു നിപ്പ്. ഇവിടെ 4 പേര്, ഇവിടെ 3 പേര്, ഇപ്പുറത്ത് 3 പേര്. എങ്ങാനും തെറ്റ് ഞാൻ ഓടുകയാണെങ്കിൽ പിടിക്കാൻ ടെൻഷൻ. ഷിയാസൊക്കെയാണ് മുഖത്ത് നോക്കി കളിച്ചാ നിൽക്കുന്നത്. ഈ പാട്ടിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് അസീസ് ആ സമയത്ത് 3 പെൺകുട്ടികളുമായിട്ട് കറങ്ങി അത് പൊളിയുകയും ചെയ്തു. അതാണ് ഏറ്റവും ഹൈലൈറ്റ്. ഓക്കെ, അപ്പൊ ചേട്ടാ നമ്മുടെ ഹോട്ട് സീറ്റിലേക്ക് പോണതിന് മുമ്പ് ചേട്ടൻ ഡാൻസും ചെയ്യല്ലോ അല്ലേ? നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മള് ഷിയാസിന്റെ ശിക്ഷയാണ് ചില കാര്യങ്ങൾ. അപ്പം ഇനിയിപ്പോ നമ്മുടെ അടുത്ത് തട്ടിക്കുമ്പടുള്ള ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഇവിടെ ഒരു സിഗ്നേച്ചർ സ്റ്റെപ്പ് ഉണ്ട്. അതും കൂടെ ചെയ്താലേ എപ്പിസോഡിന്റെ ആ ഒരു ഇൻട്രോ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം ആ ഒരു സ്റ്റെപ്പിലേക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പൊ അതിന് പോണേക്കാളും മുമ്പായിട്ട് ചേട്ടന്റെ പുതിയ പ്രൊജക്ട്സ് ഏതൊക്കെയാ? പേര് പറയുന്നത് കാല് പിടിക്കും വേണം പറയാൻ. ഉണ്ണിമൂന്നിന്റെ ഒരു പടം കഴിഞ്ഞു. ഇപ്പം മേപ്പടിയാണെന്നാണ് അതിന്റെ പേര്. അത് കഴിഞ്ഞിപ്പം ഇനി റിലീസ് ചെയ്യാനുള്ളത് നമ്മുടെ ആസിഫ് ഹീറോ ആയിട്ടുള്ള ജിബു ജേക്കബ് ചെയ്ത എല്ലാം ശരിയാകും. ചെയ്തുകൊണ്ടിരിക്കുന്ന പുള്ളി എന്ന് പറഞ്ഞൊരു സിനിമയാണ്. നമ്മുടെ കുറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന സിനിമയുടെ ഡയറക്ടർ നമ്മുടെ ദേവാണ് അതിൽ ഹീറോ. ഞാൻ അടുത്ത് ജോയിൻ ചെയ്യാൻ പോകുന്ന കടുവയാണ് നമ്മുടെ ഷാജി കൈലാസ് പൃഥ്വിരാജ്. അല്ല, ആ സമയത്ത് എവിടെ പോയി? ഏത് സമയത്ത്? അതായത് ദൃശ്യം ഇറങ്ങിയപ്പോ എവിടെ പോയി? ഇറങ്ങിയപ്പോ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ സഹദേവൻ അതിനകത്ത് വരാൻ പറ്റില്ലല്ലോ. സഹദേവന്റെ പണി പോയി, പണി കിട്ടിയിട്ടിരിക്കുകയാണല്ലോ ഇപ്പൊ. സഹദേവൻ ഇനി വന്നിരുന്നെങ്കിൽ ജനങ്ങളെല്ലാം അല്ല, സഹദേവൻ 3-ല് ചെറിയൊരു ചാൻസ് ഉണ്ടോ? സഹദേവൻ 3-ലോ? സഹദേവൻ 3-ലൊരു അതല്ല, ദൃശ്യത്തിന്റെ കാര്യമാണല്ലോ പറഞ്ഞത്. സഹദേവൻ 2-ലെന്ന് പറഞ്ഞു. നിന്റെ കോമഡി ഫുള്ള് ചെളി നിന്റെ കോമഡി ഫുള്ള് ചെളിഞ്ഞതാച്ചോ എന്നാണ് കാണണല്ലോ. ദൈവമേ, കാരണന്മാരുടെ ശാപം ഇത് ചേട്ടൻ നേരത്തെ പറയണ്ടായി അനുക്കുട്ടിയെ ചേട്ടന്റെ ഫാമിലിക്കും ചേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. അപ്പം ഞങ്ങളുടെ ഒരു മര്യാദയാണല്ലോ ചേട്ടനോട് വരുമ്പോ നല്ലൊരു ട്രീറ്റ് തന്ന് വെൽക്കം ചെയ്യണമെന്ന്. അനുവിന്റെ ഒരു 2 ഞാൻ എന്ത് മോളെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഫീൽഡിൽ വന്ന ആളാണ്. എന്തു സഹിക്കും അങ്ങനെയുള്ളൊരു മനസ്സാ അദ്ദേഹത്തിന്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അനുവിന് എപ്പോഴും ഒരാള് കൂട്ടുണ്ടെങ്കിൽ അതൊരു ബലാണ്. അത് അനുവിന്റെ ചങ്ക് ബ്രോ ഷിയാസ് ബ്രോ ആവുമ്പോ ഭയങ്കര ധൈര്യമാണ്. രണ്ടുപേരും കൂടെ കണ്ട് ഓടി വരുന്നുണ്ട്, വിളിക്കാൻ കാത്തിരിക്കാം. അപ്പൊ കലാപം ഉറപ്പായി. വിജയ് യേശുദാസും റിമി ടോമിയും ഒരേ പേര്. ഞങ്ങൾ ഷാജോൻ ചേട്ടൻ്റെ അടുത്ത് നിന്നോട്ടെ. പുള്ളിക്ക് കഴുത്തിൽ പിടിക്കാൻ പറ്റും. ഒരു പഴയ സോങ് ഉണ്ടല്ലോ, പാടത്തക്കിളി പാടത്തക്കിളി. അമ്മ മോള് പുതിയത് പാടിക്കോ, അത് പഴയതായിക്കോളൂ. പാടത്തക്കിളി പാടത്തക്കിളി പാടത്തെന്ത് വിശേഷം ചൊല്ലുക, പാടത്തെന്ത് വിശേഷം. പാടത്തെല്ലാം വിത്ത് മുളച്ചു പയ്യെ പനയും തിന്നാൻ പയ്യെ തിന്നാൻ പനയും തിന്നാൻ ഒരു മഴ കിട്ടാനുയരും കാറ്റിനോണൽ കോമൽ പീലി ഒഴിഞ്ഞു. പാടത്തക്കിളി പാടത്തക്കിളി പാടത്തെന്ത് വിശേഷം മുത്തേസത്തെ എന്ന് വിളിക്കണം. പാടത്ത് നാവ് ഇന്നാണ് മുത്തേസത്തെ മുത്തേസത്തെ എന്ന് വിളിക്കണം. ഞാൻ പോയേക്കാം, വണ്ടി പറഞ്ഞു. ഇത്രയും പ്രതീക്ഷയില്ല ഞാൻ. സോറി, അറിഞ്ഞില്ല ഞാൻ. ഞാൻ അപ്പോഴേ പ്രതീക്ഷിച്ചു ഇത് പാടി പാടി ഇപ്പൊ അങ്ങോട്ടാ എത്താം. ഞാൻ ഒരു കലാപത്തിന് തിരികൊളുത്താന്ന് ഞാൻ അറിഞ്ഞില്ല. സത്യം ഞാൻ ഗുരുവിന് തുല്യം കണ്ട പുള്ളിയെ പറഞ്ഞ
ഷാജുചേട്ടന്റെ വീട്ടിലിരുന്ന് കാണുന്ന ഫാമിലി നിങ്ങൾ ഹാപ്പി ആണല്ലോ, നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. പക്ഷെ ഇനി ചേച്ചി ഇഷ്ടപ്പെടില്ല. കാരണം എന്താ പറയാ, സ്വന്തം ഭർത്താവിനെ അടുപ്പിച്ചേന് എനിക്ക് നന്നായിട്ട് കൊണ്ട് വിഷമായി. നന്നായി പോണം. പാട്ടിഞ്ഞ് എന്തെങ്കിലും എനിക്ക് ചേട്ടാ ഒന്ന് പൂർത്തിയാക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. 2 വരി പാടുമ്പോൾ ഇവിടെ ഇടി നടക്കാണ്. ഈ സങ്കടം വന്നിട്ടോ. ഷിയാസും വളരെ മനോഹരമായിരുന്നു. ചേട്ടാ ഇതുകൊണ്ടാണ് സിംഗറിലും ചെന്ന് കയറാൻ പാടില്ലായിരുന്നോടാ. ടോപ്പ് സിംഗറിലും ചെന്ന് അതായത് ഷാജോൻ ചേട്ടൻ വരുന്ന സമയത്ത് മുതല്, ഷാജോൻ ചേട്ടൻ ഇന്ന് വരണേന്ന് അറിഞ്ഞപ്പോ മുതല് ഒരാളാ ഡോറിന്റെ അവിടെ കാത്തുക, ചേട്ടന്റെ കാറപ്പോരും ചേട്ടന്റെ കാറപ്പോരുന്ന്. ആരറിയോ? നമ്മുടെ ശ്രീവിദ്യ. അറിയോ ശ്രീവിദ്യ അഭിനയിച്ച സിനിമകളൊക്കെ? ഞങ്ങൾ ഒരുമിച്ച് സിനിമ ഏതാ? നിങ്ങള് മനഃപൂർവ്വം ബോംബ് കഥയിൽ അഭിനയിച്ച എല്ലാരെയും വിളിച്ചുകൊണ്ടുവരാ ചേട്ടാ. എന്റെ ആൺമയിലിനും ദേഷ്യം വന്നു നിൽക്കുന്നു. ഇനി ഇങ്ങനത്തെ കോമഡി ലോക്കലിനെ കൊണ്ടടിക്കും. ഇത് നല്ല കോമഡി. വേറൊരാളെ മുടി കണ്ടില്ല നിങ്ങൾ? ഇത് ശ്രദ്ധിച്ചില്ലേ? പൊറാട്ട നമ്മള് പരത്തുന്നതിന് മുമ്പ് ഇത്ര നേരം ഇവിടെ പാട്ടും ഡാൻസും ഉണ്ടായിട്ട് നീ ആ കൊച്ചിന്റെ തലമുടിയാണ് നോക്കൊണ്ടിരുന്നത്. ഇത് ഏത് ഗ്യാപ്പിൽ അടിക്കുന്നുള്ള കിട്ടുന്ന ഗ്യാപ്പിൽ വിളി ശ്വാസം. ഈ ശ്വാസം വേണ്ടടക്ക് ആരെങ്കിലും എന്തെങ്കിലും പറയും. അപ്പൊ അത് ഞെട്ടിപ്പോ വീണ്ടും വിളി ഇപ്പഴാ ഒന്ന് കിട്ടിയത്. അല്ലേട്ടാ, നമുക്ക് എല്ലാവർക്കും ഒരു സംശയമുണ്ട്. ബോംബ് കഥയിൽ ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ടല്ലോ, പക്ഷെ ഇവിടെ ആണെങ്കിൽ അതിന് അഭിനയിച്ചിട്ടുള്ള എല്ലാവരും പറയണേ. ഈ കുട്ടി പറയുന്നുണ്ട് ഈ കുട്ടി അതിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന്. ആ ഒരു റോളിനെ പറ്റി ഒന്ന് വിശദീകരിക്കും. തീർച്ചയായും നമ്മുടെ ബിബിന്റെ ബോംബ് പൊട്ടുന്ന സീനാണെന്നാണ് ഇവിടെ എല്ലാവരുടെയും ഒരു നിഗമനം. അല്ലല്ല, നല്ല വേഷമായിരുന്നു. നന്നായിട്ട് ചെയ്യുകയും ചെയ്തു. സത്യമായിട്ട് പൈസ കൊടുത്തല്ല ചേട്ടൻ, ആത്മാർത്ഥമായിട്ട് നല്ല ആക്ടിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഷാഫിക്കയുടെ പടത്തിൽ അഭിനയിച്ചിട്ടില്ലല്ലോ അല്ലേ? അവസാനവും അന്നവിടെ ആന ഇറങ്ങിയിട്ട് പിറ്റേ ദിവസം വെളുപ്പിന് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. അതിൽ ബിനു ഉണ്ടായിരുന്നല്ലോ ബോംബ് കഥയില്. അത് ബിനു വന്നുകൊണ്ടാണ് ആന ഇറങ്ങിയത്. ഏതായാലും ഇനി നമ്മളിവിടെ ശരിക്കും ബോംബ് പൊട്ടിക്കാൻ പോവാണ്. ത്രൂ അവർ സിഗ്നേച്ചർ സ്റ്റെപ്പ്. അതിന് നമ്മുടെ വീട്ടിലെ ഊതിയ പറക്കണ കാരണവരെ ഒന്ന് വിളിച്ചോട്ടെ. പിന്നെ തീർച്ചയായിട്ടും വരും. എന്റെ സുബിക്കുട്ടൻ പൊന്നോ. കുഴമ്പിന്റെ മണമുണ്ടോ പറഞ്ഞ സ്പ്രേ തരാവേ. കുഴമ്പിന്റെ മണമുണ്ടോ? ഷാജൻ ചേട്ടാ, ആക്ച്വലി ഇവിടെ സുധിച്ചേട്ടനെ എല്ലാരും ഇങ്ങനെ ഭയങ്കരമായിട്ട് കളിയാക്കുവേ. വെറുതെ തമാശക്കാണ്. ഇവിടുത്തെ ഒരു സീനിയർ ആണ് പുള്ളി. അപ്പൊ പുള്ളിയെ പറ്റിട്ട് എന്താ ചേട്ടനെ പറയാനുള്ളത്? സുധിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. കുറെ വർഷങ്ങളായിട്ട് അറിയുന്ന ഒരാളാണ്. ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പ് ഞങ്ങള് വളരെ കുറച്ച് പേരുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ്. അതിൽ സുധി ഉണ്ട്. സുധി ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ 9 മണി കഴിഞ്ഞേ വരുള്ളൂ. പിന്നെ നമ്പൂരി ഭാഷയായിരിക്കും. വള്ളുവനാണ്. ചേട്ടാ സുഖല്ലേ അത് കഴിച്ചാവോ? ഞാൻ അപ്പഴേ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി ഞാൻ പൊക്കളായി. ഒരു കോമഡി ഒരു ചാനലില് വിന്നറായി. റിയാലിറ്റി ഷോ നടന്നപ്പോ അടുത്ത സീസൺ വന്നപ്പോ ഇവരെ ഇതാക്കി ഗ്രൂമേഴ്സ് ആയി കഴിഞ്ഞപ്പം ഇന്നലെ കണ്ട സുധിയുടെ ഒക്കെ റേഞ്ച് വേറെ. പിന്നെ ആ സ്ക്രിപ്റ്റ് വായിക്കടാ പറഞ്ഞു. ഞാൻ സ്ക്രിപ്റ്റ് വായിക്കും. ഓ മാറ്റടി, ഇതില് കൗണ്ടർ ഇല്ല, ഇതില് കൗണ്ടർ ഇല്ലടാ. പിന്നെ ഇവിടെ സംവിധായകൻ ഭരതൻ സാറിന്റെ റേഞ്ചിലൊക്കെ എന്നാണ് സുധിയാളിയും സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ ചെറിയൊരു സാധനം മേടിച്ചു, സന്തോഷത്തിന്റെ പേരിൽ ഒരു സാധനം മേടിച്ചിട്ട് എനിക്ക് സുധിയാളിയിൽ ഒഴിച്ച് തന്നിട്ട് പറഞ്ഞു, എടാ ബിനു, അളിയാന്ന് വിളിച്ചതൊക്കെ ബിനു ആയി. പിന്നെ കഴിക്കടാ ബിനു എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടളിയാ. ഞാൻ പിന്നെ കഴിച്ചോളാം. അത് പുള്ളി എന്റെ മുഖത്തൊക്കെ, എടാ നിന്റെ പഴയ സുധിയേട്ടനാ പറഞ്ഞ കഴിക്കടാ. ഞാൻ കരുതി പുള്ളി വലിയ റേഞ്ചിലെത്തിട്ട് ഞാൻ ബഹുമാനിക്കും. അയ്യോ എന്തോ. നമുക്കൊന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോവാം. ചേട്ടാ വള്ളുവരുടെ മാഷ അറിയോ? ഇല്ല, എനിക്ക് അങ്ങനെ വലിയ പിടുത്തില്ല. സുധിനെ കേട്ടുള്ള പരിചയമുള്ളൂ. ആ കേട്ട് പരിചയത്തിലുള്ള ഒരു 1-2 ഡയലോഗ് ഡെലിവറി സുഖാണോ? അതെ 9 മണി കഴിഞ്ഞിരിക്കുന്നു. 9 മണി കഴിഞ്ഞിരിക്കുന്നു. ആ സുധി എന്നാണ് വിശേഷം? എന്താ പറ. എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നു. ഗ്രൂപ്പില് കണ്ടില്ലാലോ.
ഞാൻ തിരക്കായിരുന്നല്ലോ ഗ്രൂപ്പിൽ ഇപ്പൊ കയറാൻ പറ്റില്ല അതുകൊണ്ടാണ് സുഖമായിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഉമ്മയുണ്ട്. ഉമ്മയുണ്ട് എന്തില് ആണല്ലേ നമുക്ക് തരാറുണ്ട്. സംഭവം ഏത് സ്ഥലത്ത് പോയാലും പുള്ളി ഭാഷയോട് ഇഴുകി ചേരും. അതെ. പിന്നെ അവിടെ നിന്ന് മെഴുകി പോവും. എല്ലാം ഓക്കെ. അപ്പൊ ഇതിലും സുധിച്ചേട്ടന്റെ സിഗ്നേച്ചർ സ്റ്റെപ്പോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സുധിച്ചേട്ടൻ ചെയ്യും, നമ്മൾ കൂടെ ചെയ്താൽ മതി. ഇടത് കാൽ മുന്നോട്ട് വെച്ച് ഇടത് കൈ മുകളിലേക്ക് ഉയർത്തി ലക്ഷ്യസ്ഥാനത്തേക്ക് നോക്കി 3 4. അപ്പളേ SLC +2 ബോർഡ് എക്സാംസ് ഒക്കെ ദാ ഇങ്ങനെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ടെൻഷൻസ് ഇങ്ങനെ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ കൂളായിട്ടിരിക്കുക. 90+ മൈ ട്യൂഷൻ ആപ്പിൽ ഒരുപാട് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എക്സാം സ്പെഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടല്ലോ ഒരുക്കിയിട്ടുണ്ട്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ അടിസ്ഥാനമാക്കിയിട്ട് ചാപ്റ്റർ അടിസ്ഥാനത്തിലാണ് ഓരോ ക്വസ്റ്റ്യൻ ബാങ്കും തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം പരീക്ഷ പേടി ഒന്നും വേണ്ട, ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്തോളൂ 90+ മൈ ട്യൂഷൻ ആപ്പ്. സ്റ്റാർ മാജിക്കില് ഇനി ഭക്ഷണപ്രിയർക്ക് വേണ്ടിട്ട്, ഫുഡ് ലവേഴ്സിന് വേണ്ടിട്ടുള്ള ഒരു ഗെയിമാ. എങ്ങനെയാണ് ഷാജൻ ചേട്ടൻ ഒരു ഫുഡ് റുട്ടീൻ എന്ന് പറയണേ? ഭയങ്കര ഫിറ്റ്നസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണോ? ഇപ്പൊ കുറച്ച് നാളായിട്ടൊക്കെ ഉണ്ട്. ചിട്ടവട്ടകൾ എന്തൊക്കെയാ? പൊട്ടത്തിരിക്കുന്ന സാധനമാണ് മെയിൻ ഇഷ്ടം. പൊറോട്ടയുടെ മെയിൻ ഭയങ്കരമായിട്ട് ഫിറ്റ്നസ് നോക്കുന്നു. പണ്ട് ഇതുപോലെ ഞാനൊന്നും ഈ ഡയറ്റ് ഒക്കെ ചെയ്ത് വണ്ണം കുറഞ്ഞായിരുന്നു. അപ്പൊ ഷാജൻ ചേട്ടൻ ചോദിച്ചു, എടാ ബീനു നീ വളരെ മനോഹരമായിട്ട് വണ്ണം കുറഞ്ഞല്ലോടാ, എന്ത് ചെയ്യുന്ന നീ? ഞാൻ പറഞ്ഞു ചേട്ടാ ചെറിയ ഡയറ്റ്. എന്താടാ എന്ന് പറ. ചേട്ടാ അതെ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണ്? ബീഫ് നിർത്തണം എന്ന് പറഞ്ഞപ്പോ എന്നോട് ചോദിക്കാം, ഇറച്ചിക്കടയിൽ പോയി ഇറച്ചി മേടിച്ചിട്ട് വീട്ടിൽ ചെല്ലേക്കുമ്പോ 2 കഷ്ണം ഞാൻ അതിനകത്ത് പെറുക്കി തന്നെ എന്നോടാണ് ബീഫ് നിർത്താൻ പറയണേ. അപ്പൊ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് ഹെൽത്ത് നോക്കുന്ന നമ്മുടെ ഷാജുൻ ചേട്ടന് സ്പെഷ്യലി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഗെയിമിലേക്ക് നമ്മൾ പോവാം. ഈ പൊറോട്ടയുടെ കൂടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബീഫ് തന്നെ. എന്താ സംശയം? ബീഫ് മീൻകറി. ഞങ്ങള് കോഴിക്കോട് ബ്രേക്ക്ഫാസ്റ്റിന് മീൻകറി കിട്ടുന്ന ഒരു സ്ഥലം. പിന്നെ വേറെ വെറൈറ്റി കട്ടൻ ചായയുടെ കൂടെ അയില വറുത്തത് തിന്ന ടീമുകളൊക്കെ ഉണ്ട്. കൂളായിട്ട് പറഞ്ഞല്ല, അയില വറുത്തതും കട്ടൻ ചായ മധുരം ഇട്ടതും. ശരി. പക്ഷെ ടേസ്റ്റ് ഉണ്ട് കേട്ടാ. നമ്മൾ ഇന്ന് രാവിലെ പ്രൊഡക്ഷനിൽ പൊറോട്ടയും സാമ്പാറും കഴിച്ചായിരുന്നു. കോളേജ് പഠിച്ചിരുന്ന മെയിൻ ഫുഡ് അതായിരുന്നു. നമ്മൾ എന്തെങ്കിലും ഹെൽത്തും കൂടെ നോക്കണുണ്ട്. പൊറോട്ട കുറച്ച് നേരത്തേക്ക് നമ്മളൊന്ന് മറക്കുകയാണ്. നമുക്ക് ഇതൊരു റൊട്ടിയാക്കാം. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റാർ മാജിക്കില് നമ്മൾ ഇനി പോവാൻ പോണ ഗെയിമിന്റെ പേര് ഇട്ടുപേട്ടന്റെ റൊട്ടിക്കട. മുത്തേസത്തെ മുളകിട്ട് വെറ്റിച്ചു. ഇതിൽ ഇട്ടുപേട്ട ആരാണെന്ന് അറിയാമോ? അല്ല, ഷാജൻ ചേട്ടനാണ്. ശരി, ഓക്കെ. അപ്പൊ ഇട്ടുപേട്ടന്റെ റൊട്ടിക്കടയിലെ സ്റ്റാഫുകളാണ് ഇവിടെ എല്ലാരും. ചേട്ടാ ഒരു റൊട്ടിക്ക് എന്താ വില? 3.5 രൂപ. 3. അയ്യോ എന്തൊരു നല്ല മനുഷ്യൻ. അപ്പൊ നിങ്ങൾ മുഖ്യമന്ത്രിയായി ഞങ്ങൾ അപ്പം എന്തെങ്കിലും ഈ പുട്ട് വെച്ചിട്ടോ റൊട്ടി വെച്ചിട്ടോ എന്തെങ്കിലും പാട്ടുണ്ടോ? അങ്ങനെ പാട്ട് എന്ന് പറഞ്ഞാൽ അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി. നമ്മള് 2 വേർഷൻ കേട്ടോ. അല്ല ചുട്ടമ്മായി, അത് പിന്നീട് മാറിയതാ. ശരി, രണ്ടുപേരും നമുക്ക് കേൾക്കാം. ലക്ഷാർച്ചന കണ്ട് കണക്കായി. ഇനിയിപ്പോ ഇത് പാടാൻ കഴിയുമോ? അരികലക്കി ചുട്ടപ്പം മടിയിൽ വരും നെയ്യപ്പം. അരികലക്കി ചുട്ടപ്പം മടിയിൽ വരും നെയ്യപ്പം. മധുരമുള്ള കലത്തപ്പം മനങ്കവരും ഇടിയപ്പം. മധുരമുള്ള കലത്തപ്പം മനങ്കവരും ഇടിയപ്പം. കൊരിയും ചെറു നെയ്യലുവ മണിയറയിൽ കൊണ്ടുവച്ച്. കൊരിയും ചെറു നെയ്യലുവ മണിയറയിൽ കൊണ്ടുവച്ച്. ഗോതമ്പത്തിൻ്റെ അലിസ വെച്ച് നല്ല നെയ്യും നടുക്കൊഴിച്ച്. തിന്നു മോനെ തിന്നട മോനെ തിന്നു മോനെ തിന്നട മോനെ. ഇത് തിന്നോ ഇത് തിന്നോ ഇത് തിന്നോന്നും പറഞ്ഞും കൊണ്ട് മരുമോനെ തീറ്റിക്കുന്ന പൊന്നമ്മായി, നമ്മുടെ പൊന്നാരമ്മായി, നമ്മുടെ മുത്തമ്മായി, നമ്മുടെ കരളമ്മായി, നമ്മളെ ലിവറമ്മായി. അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി, മരുമോനെ വീട്ടിൽ വിളിച്ചമ്മായി. അപ്പാടെ അപ്പങ്ങൾ ഓരോ തരം അറയിൽ ചുമന്ന് വരുന്നമ്മായി. ഒരപ്പത്തിന് ചോദിച്ചപ്പോ ഒരപ്പത്തിന്റെ പൂന്തോട്ടം തന്നെ തന്ന് എനിക്ക് വേണ്ടി ഒരു കൈ. ഇല്ലേ? അമ്മായി എന്ന് വിളിച്ചപ്പോ മൊത്തം പുള്ളിയുടെ കണ്ണ് അനുവിന്റെ മുഖത്താണ്. അത് മാത്രം. നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ
വിനയന് വേണ്ടിട്ട് ഒരു വലിയ വിനയത്വമുള്ളൊരു കൈയടി കൊടുക്കും. ഞാനും ഇവിടെ എല്ലാവർക്കും ഓരോ പേര്. ഇപ്പൊ പെട്ടെന്ന് ഇടാൻ പറഞ്ഞ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിരുന്നു, ആരും ക്യാച്ച് ചെയ്തില്ല എന്നുള്ളൂ. തലൈവി കുറുക്കഞ്ചേരി. അല്ല, അത് തമിഴല്ലേ, നമ്മൾ മലയാളം അല്ലേ? അത് ഞാൻ കണ്ടുപിടിച്ചിട്ട് അടുത്ത എപ്പിസോഡ് ആകുമ്പോഴത്തേക്ക് ഏകദേശം തയ്യാറാക്കിട്ട് വരും. ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞ ഞാൻ ബിനു ചേട്ടനല്ലല്ലോ. ഏതായാലും ഇട്ടുപെട്ടൻ അവിടെ ഇരിക്കുകയാണ്. 3 രൂപ 50 പൈസയേ ഉള്ളൂ ഒരു റൊട്ടിക്ക്. സ്റ്റാർട്ട് ചെയ്യല്ലേ മൊയിലാളി? ഞങ്ങള് ജോലി തുടങ്ങട്ടെ. ഓക്കെ, അപ്പൊ ഇത്ര റൊട്ടീസ് ഏറ്റവും കൂടുതൽ ആരൊക്കെ ഉണ്ടാക്കുന്നു എന്നാണ് നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സംഗതി ഇത്ര മാത്രമേ ഉള്ളൂ. ഇട്ടുപെട്ടന്റെ റൊട്ടിക്കട എന്ന് പറയുമ്പോൾ 2 ടീംസ് ആയിട്ടാണ് കളിക്കേണ്ടത്. ഇതിൽ ഒരു ടീമിൽ നിന്ന് 4 പേരെ നമ്മൾ കെട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ റൊട്ടി ഉണ്ട്. റൊട്ടി ആൾക്കാർ ചോദിക്കുന്നതനുസരിച്ച് യഥാസ്ഥാനത്ത് നടുവിൽ കൊണ്ടുവെക്കണം. ടേബിൾ ഒന്ന് സെർവ് ചെയ്യണം. അതേ നിങ്ങളുടെ ജോലിയുള്ളൂ. ഒരുമിച്ച് അക്കൗണ്ടന്റ് വന്നു കഴിഞ്ഞാൽ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചരട് ഇങ്ങനെ കെട്ടിയിട്ടില്ലേ, ഈ റോപ്പിൽ ഇങ്ങനെ കറങ്ങി സംഭവം ഞാൻ ഇടയ്ക്കിടയ്ക്ക് സുധിയന്റെ കയറ് വലിക്കും. എന്തിനാ? പുള്ളി നിന്ന് ഉറങ്ങും. അപ്പൊ ഇതിലും കറങ്ങി നമ്മൾ ആ സ്ഥാനത്ത് കൊണ്ടുവയ്ക്കണം. ഇൻ കേസ് ഇത് താഴെ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ കൂടെ 5ാമത്തെ ആള് പുറത്ത് നിൽക്കുന്നുണ്ടായിരിക്കും റോപ്പ് ഇല്ലാണ്ട്. അവരെന്ത് ചെയ്യണം? ഇത് കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എല്ലാ റൊട്ടീസും വീണ്ടും ഇങ്ങനെ കറക്റ്റ് അതാ സ്ഥാനത്ത് കൊണ്ടുവയ്ക്കണം. ഓക്കെ, അങ്ങനെ ഏറ്റവും കൂടുതൽ റൊട്ടീസ് താഴെ വീഴാതെ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ടീമായിരിക്കും ജയിക്കുക. ഇട്ടപ്പെട്ട ഞങ്ങൾ തുടങ്ങിക്കോട്ടെ. ഓക്കെ, കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അടിപൊളി. ഇങ്ങനെയാണെങ്കിൽ കുറെ റൊട്ടി മണ്ണ് പറ്റും. എന്റെ ദൈവമേ, എന്നെ തല്ലുകൊള്ളിക്കാൻ വേണ്ടി 4 കറങ്ങുവാണല്ലോ. ഇങ്ങനെ പറഞ്ഞല്ലേ സുധിയേട്ടാ, അവരും കൂടെ വരട്ടെ. 4 പേരും നോക്കി ശ്രുതി എന്ത് കാണിക്കുന്ന കൈക്കൂടെ എല്ലാം പതുക്കെ കറങ്ങടി. ഞാൻ പോയിട്ട് വരാം. കറങ്ങു വാ. പൊന്നുമോളെ, അയ്യോ അടിക്കോ കറങ്ങി വന്നോ. അയ്യോ ഒരുമിച്ച് നോക്കി അവിടെ വലി. അത് കമത്തി വെക്ക. അത് തന്നെ ഞാൻ വല്ല പറയും. ഞാൻ അയ്യോ അന്നയ്ക്ക് വയറില്ലേ. അയ്യോ പൊറോട്ടയൊന്നും അല്ല, നീ ഇങ്ങോട്ട് അടിക്കാൻ. ഇടത് കാലം മുന്നോട്ട് വെച്ച് പതുക്കെ നോക്കിപ്പോ. അതിന് അതെടുത്തോ, ഒരെണ്ണെടുത്തോ. നീ വലിച്ചു പിടിച്ചാ നീ പറഞ്ഞോണ്ടാ ഈ മൊത്തം പ്രശ്നം. നിന്നെയല്ലേ ഇപ്പൊ എല്ലാരും വിളിക്കണേ. ഒന്നോ സുധേണ്ണ വലിച്ചോ. സുധേണ്ണ വലിച്ച് ഒരുമിച്ച് വയ്ക്കോ. ദൈവത്തെ ഓർത്ത് പതുക്കെ പോണേ. ഒരുമിച്ച് വന്നോ. ഒരുമിച്ച് അതാ പറഞ്ഞ വലിഞ്ഞു നിക്കണേ. ഒരാൾ അടുത്തോട്ട് വാ. ഓക്കെ, ഒരാൾ അടുത്തോ. അടിനേരവേ ഇവിടെ തള്ളിക്കണം. ഇവിടെ ഒരുമിച്ച് പോ. അതിനോട് നിന്നോ. എന്റെ ആചാരം എടുത്തോ. പച്ച മാറ്റിക്കോ. നീ അതിനെ പിച്ച് പറിക്കാൻ നിക്കണ്ടു. ഒരുമിച്ച് വന്നോ. മെല്ലെ ഒരുമിച്ച് വന്നോ. ഇത് നേരെ വെക്കണേ പിള്ളേർ വന്നിട്ട്. അതേണ 9 മണിക്ക് ശേഷം എങ്ങനെയാണ് അതുപോലെ കിടന്ന് അത് വെച്ച് കിട്ടിയിരിക്കുന്നു. ഇത് നേരെ വെക്കണേ. അത് നീയാണടി കാർമാജിക്കല
അയ്യോ വാ 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 തിരിച്ചു വാ തിരിച്ചു ഇങ്ങനെ കളിച്ച അപ്പുറത്ത് ബുർജ് ഖലീഫ പൊങ്ങി. ഇനി മുതൽ നിങ്ങൾ വെക്കണേല് ആർക്കും ബാലൻസ് ചെയ്യാൻ പറ്റില്ല. ഇനി മുതലുള്ള ടേൺ. ഓക്കെ, അസിസ്റ്റിക്ക് മാറാം. ഇനി ഇവിടുന്ന് ബിൻചേട്ടനും എല്ലാവർക്കും മാറാം. ഇനി ഇവര് തന്നെ വെക്കുകയാണ്. ഒരു തവണ വെച്ച് കഴിഞ്ഞാൽ അതിൽ പിന്നെ മിനുക്ക് പണികൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. മക്കളെ ശ്രദ്ധിക്കണേ. നീ അനങ്ങാണ്ടി നമ്മുടെ നമുക്ക് എടുത്തു നോക്കാലോ. കളിച്ചോ അത് വീഴും എന്നെ കൊല്ലാൻ നോക്കുക. ഒരുമിച്ചോ ബാലൻസ്. നിങ്ങളെല്ലാരും ഒപ്പം കറങ്ങല്ലേ, നടക്കില്ല പരിപാടി. അനു കറങ്ങനു നീ വലിച്ചോ 2 വലിച്ചോ അങ്ങനെ വലിച്ചോ. നീ വലിച്ചോ ഓമാളിത്തരം കാണിക്കാൻ പാടില്ല. ഇങ്ങനെയാണ് കളിക്കണ്ടേ? അയ്യോ ബസർ കംപ്ലൈന്റ് ആയേ. അയ്യോ കളിക്കണേ. ഒരുമിച്ചോ ശ്രീവിദ്യ മെല്ലെ 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 ഒരുമിച്ചോ. ഒരുമിച്ച് ടൈറ്റ് ചെയ്യൂ, നാടിനെ രക്ഷിക്കൂ പ്ലീസ്. ഹെൽപ്പ് ചെയ്യരുത്. ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, പറഞ്ഞാ പോലെ. അയ്യോ അത് തലക്കകത്ത് പിണ്ണാക്കാണാ പോത്ത് കയറിയിരിക്കുക. അതെ മെല്ലെ പോയാൽ മതി. വളരെ സ്ലോയില് 4 പേര് പോയാൽ മതി. ശ്രീവിദ്യ 4 ഇരിക്കുന്നത് അത് കളയല്ലേ. ഒരു തോൽവിയുടെ കനം കുറയ്ക്കാം. അയ്യോ ഓക്കെ കംപ്ലൈന്റ് ആണോ? എന്നിട്ട് ഇങ്ങനെ കറങ്ങിപ്പോ, ടൈറ്റ് ചെയ്തിട്ട് കറങ്ങിപ്പോ. അങ്ങനെ ടൈറ്റ് ചെയ്ത് കറങ്ങിപ്പോ. അങ്ങനെ ഒരുമിച്ചോ. അങ്ങനെയാണ് വെക്കേണ്ടത്. നിങ്ങൾ വെക്കുന്ന ഫൗളാ. ഏറ്റവും നല്ല കിഴങ്ങുകൾക്കുള്ള അവാർഡ് തന്നെ എന്റെ ടീമിൽ ഇഷ്ടംപോലെ കിഴങ്ങുകളുണ്ട്. മുതലാളി ഒരു 4 സ്റ്റാഫിനെ പറഞ്ഞു വിട്ടേക്കണം. അത് ശമ്പളം കൊടുക്കൂല. ചൂട് റൊട്ടിയേ നമ്മളെ പിള്ളേരുണ്ടാക്കിയത്. പ്രത്യേകം ഞാൻ അസീസിനെ അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മൾ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. കാരണം ഈ 4 പേര് നന്നായിട്ട് കളിച്ചു. സുധിയുടെ വളരെ വെറൈറ്റി കളിയായിരുന്നു. കൈ മൊത്തം ഉൾപ്പെടെ കെട്ടിയിട്ടാണ്. എങ്കിൽ ആദ്യം താഴെ പോയത് ഇവിടെ റൊട്ടിയാണ്. അവിടുന്ന് അസീസ് എന്ന് പറയുന്ന ക്യാപ്റ്റന്റെ ഒരാളുടെ ഒരു കോൺഫിഡൻസ് ലെവലാണ് അവരെ 4 പേരെ കൊണ്ട് ജയിച്ചത്. ലെവലുണ്ട്, പക്ഷെ അവർക്ക് ലെവലേശം ബുദ്ധിയില്ല. അസീസിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അവരുടെ എപ്പോഴെങ്കിലും താഴെ പോകുന്നു. അവിടെ ഒരു തവണ താഴെ പോയപ്പോഴേ ക്യാപ്റ്റനും അസിസ്റ്റന്റ് ക്യാപ്റ്റനും ഡൗൺ ആയി തളർന്നു. അതോടെ ഡൗൺ ആയതല്ല, കാര്യമില്ല. അല്ല, അസീസിന് പ്ലാൻ ഉണ്ടായിരുന്നു താഴെ പോകുന്നു. അനു ഇവിടെ വന്നപ്പോഴേ അസീസിന് ഇത് താഴെ പോകുന്നു. ഇത് നമ്മുടെ ജീവിതത്തിലൊരു അനുഭവമാണ്. നമ്മൾ കെട്ടിപ്പടുത്തുകൊണ്ട് വരുന്ന പലതും പലപ്പോഴും ഇടിഞ്ഞ് താഴെ പോകും. പക്ഷെ അവിടെ നമ്മൾ തളരരുത്. ഓക്കെ, ഇതെല്ലാം ഈ ഒരു ഗെയിം കഴിയുമ്പോ നമ്മുടെ കൊണ്ട് കഴിച്ചാൽ മതി. ഞങ്ങളുടെ അപ്പച്ച പാറമട പോയി അധ്വാനിച്ച് ഞങ്ങളെ അപ്പുറത്തെ വീട്ടിലെ വൃത്തികെട്ട റൊട്ടി ഇതിന്റെ കൂടെ കറിയായിട്ട് കൂട്ടാൻ ആ 4 കിഴങ്ങുകളെ തരുമോ? അല്ല, ഇനി അടുത്ത കൗണ്ടർ അടുത്ത വൃത്തിയത്തിന് നോക്കിയാൽ മതി. എന്തായാലും ഇട്ടുപേട്ടന്റെ നമ്മുടെ വീട്ടിലിരിക്കുന്ന ഏതായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ഫൺ ഷോ ആണെങ്കിൽ വരെ ഈ ഒരു മെസ്സേജ് എല്ലാവരും വളരെ രീതിയിൽ എടുക്കുക. ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ വിടാതിരിക്കുക. നമ്മുടെ ലൈഫിൽ കോൺഫിഡന്റ് ആയിട്ട് 4 വർഷം അങ്ങനെ തന്നെ ജീവിക്കാന്ന് പറഞ്ഞാൽ വലിയ പാടില്ല. മാട്ട കോമഡിക്കുള്ള വഴി ഞാൻ കാണിച്ചു. ഇട്ടുപേട്ടന്റെ റൊട്ടിക്കട എന്ന് പറഞ്ഞ ഗെയിം കഴിയുമ്പോൾ ജയിച്ചിട്ടുള്ളത് അസീസ്ക ആന്റി. റൊട്ടിയുടെ മാവ് ഇപ്പോഴും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് അടിമാലി ആന്റി.
നിന്റെ വിഷമം കണ്ട ആദ്യമായിട്ട് അല്ല നോക്കല്ല. ഷിയാസ് സാധാരണ ഇങ്ങനെ തളരുന്ന ആളല്ലല്ലോ. ഷിയാസ് ഇന്നെന്ത് പറ്റി തളർന്നു? അനുവിന് എന്തോ സംസാരിക്കാണ്ട് എവിടെ മൈക്ക്? ഓരോന്നിന്റെ ഇടയ്ക്കിടയ്ക്ക് വിഷമിക്കാൻ നിൽക്കാതെ. അടുത്ത ഗെയിമിൽ നമ്മൾ ഉറപ്പായിട്ടും ജയിക്കും. നീ ഇറങ്ങുന്നില്ല. ഏത് ചാനലില്? 4 വർഷമായിട്ട് ഇത് എന്റെ കുറ്റം കൊണ്ടാണോ? ഇല്ലടി, എന്റെ കുറ്റം. പക്ഷെ കഷ്ടത തോന്നിയത് ഇതിന്റെ വയറ്റിലുള്ള ചുറ്റിക്കെട്ട് കണ്ടോ. ഗെയിം പകുതിയാകുമ്പോ ഇവിടുന്ന് മുറിഞ്ഞ് താഴെ പോയി ഈ മാക്രി അര മുറിഞ്ഞ് പോണായിരിക്കും വീട്ടിലേക്ക് കൊണ്ടുവരും. ചാട്ടെടുക്കാം. ചടങ്ങിലേക്ക് പോവാ അല്ലെ. ഈ ചാട്ട ഉദ്ഘാടനം ചെയ്യണത് ഇന്നത്തെ എപ്പിസോഡില് നമ്മുടെ ഇട്ടുപ്പെട്ടൻ തന്നെയായിരിക്കും. പുതിയ ചാട്ടയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ലക്ഷ്മിയുടെ പുറത്തടിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതായി. ആയിക്കോട്ടെ, നോ പ്രോബ്ലം. അവിടെ കൈയടിക്കാനൊക്കെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. ചേട്ടന്റെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഓക്കെ, എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാറായി. ഗെയിം നമ്മൾ കളിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതെല്ലാം അറിയാലോ, ചേട്ടൻ എല്ലാ എപ്പിസോഡ്സും കാണാറുണ്ട്. ജിങ്കണമണി അടിക്കാനുള്ള സമയമാണ്. അപ്പം ഗെയിമിൽ ജയിച്ചിട്ടുള്ളത് നമ്മുടെ അസിസ്കയുടെ ടീമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിജയിക്കുമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ച ബിനുവിന്റെ ടീമാണ്. പോക്കുണ്ട് തന്നെ. എല്ലാ ടീമുകളൊക്കെ അതിനകത്താണ്. നമ്മുടെ ഷിയാസ് ആണെങ്കിലും അനു ആണെങ്കിലും ഐശ്വര്യയൊക്കെ ആണെങ്കിലും ഒക്കെ അവരുടെ ടീമിനാണല്ലോ. അപ്പൊ ഞാൻ അവര് ജയിച്ചു എന്ന് വിചാരിച്ചിരിക്കുക. അവിടെ നിന്നാണ് ഇവര് ജയിച്ചു വന്നത്. ഞങ്ങളെ പോക്ക് കണ്ടപ്പോഴല്ലേ ഇപ്പൊ മനസ്സിലായില്ലേ പോക്കാന്ന്. ഇതിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഡേ എന്ന് പറയുമ്പോ നമ്മുടെ അസീസ്ക തന്നെയാണ്. സോ ധൈര്യമായിട്ട് അസീസ്കയ്ക്ക് മുന്നോട്ട് വരാം, ജിങ്കണമണി അടിക്കാം. യു ആർ ദ ബെസ്റ്റ് പെർഫോമർ. അടിപൊളി. അസീസിന്റെ ടീം തോറ്റിരുന്നെങ്കിൽ ആ ചുറ്റിക സുധിയുടെ തലക്കിരുന്നേനെ. അപ്പൊ ഇനി നമ്മുടെ ഷാജോൺ ചേട്ടൻ പറഞ്ഞ ആഗ്രഹം നമ്മളെ സാധിപ്പിക്കാൻ പോവാ. ഈ ചാട്ടം നമുക്ക് ടെസ്റ്റ് ചെയ്യണ്ടേ? തീർച്ചയായും. നക്ഷത്രയെ തല്ലി അത് ചേട്ടൻ തീരുമാനിച്ചോളൂ. ഇതാണ് നമ്മുടെ ചാട്ട. കലാഭവൻ ഷാജോൺ കുട്ടഞ്ചേരി ലക്ഷ്മിയെ തല്ലുന്ന അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ക്യാപ്റ്റൻ അടി കിട്ടോ എന്നുള്ളതിന് ഒരു പേടി കൊണ്ടാണ് ആ ക്യാപ്റ്റൻ ഇങ്ങനെ ഒരു മുഴം മുന്നേ എറിഞ്ഞോണ്ടിരിക്കണേ. അത് കുറുക്കഞ്ചേരി ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരു കയ്യിലും തൊടാനായിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല. അത് നമ്മുടെ ഷാജോൺ ചേട്ടനാണ് തരണേ. എന്താ മക്കളുടെ അടുത്തൊക്കെ പറയാനുള്ള വയസ്സിന്റെ അടുത്തൊക്കെ? ഇത് ഉഗ്ര സാധനമാണ് കേട്ടോ. ഇത് കഴിഞ്ഞാണല്ലോ വാവച്ച മോനെ വാവച്ച കണ്ടില്ലേ? ഉഗ്ര സാധനമാണ്. അതുകൊണ്ട് അടിച്ച 1 ഏക്കർ പോകും. ആ ചാട്ട വെച്ചാണ് ഈ ചാട്ട പോലെ ഇരിക്കുന്ന പെങ്കൊച്ചിനെ തല്ലാൻ പോകുന്നത്. വാവച്ചാടാ ഇവിടെ ഒരെണ്ണം ഫ്രീ ആയിട്ടിരിപ്പുണ്ട്. അത് ഞാൻ അടുത്ത് നിനക്കായിട്ട് അങ്ങോട്ട് കൊണ്ടുവരാം. കുറുമ്പനാണോ ആണോന്നോ? എന്നെ പോലെ ലക്ഷ്മി കൂട്. ഷാജോൻ ചേട്ടാ, അഥവാ കുഞ്ഞടിയാണെങ്കിൽ തിരിച്ചു തല്ലോ കേട്ടോ. അത് റൂളാ. ഓ, ഞാൻ പറയണ പോയിന്റ് ഒക്കെ ഏറ്റു പറയാണ്. ഷാജോട്ടാ അടിക്കുന്ന സമയത്ത് ഷാജോൺ എന്ന ആളങ്ങ് മറക്കണം. ആ ദൃശ്യത്തിൽ അല്ലെങ്കിൽ ബോംബ് ആയാലും മതി. അടിച്ചോ, നന്നായിട്ട് അടിച്ചോ. അടിച്ചില്ല. ചേട്ടാ എനിക്കറിയാം, ചേട്ടൻ നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്. കാരണം ഉള്ളില് മാടപ്രാവിന്റെ ഹൃദയമാണ്. സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് പുള്ളി അങ്ങനെ ഒരു ഗർജിച്ചിട്ടുള്ള ഒരു പോലീസ് ആയത്. എനിക്ക് മനസ്സിലായി ചേട്ടാ. ഇവിടെ ശരിക്കുള്ള ഷാജോനായിട്ടല്ലേ? പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. ചേട്ടാ ചൂടോടുകൂടി കാണല്ലേ ഇവിടുത്തെ ഐറ്റംസ് ഒക്കെ? ഓക്കെ, ചെന്നിരുന്നു കേട്ടോ ലൈവായിട്ട്. പരിപ്പോടെ പൊരിയുന്ന ഒച്ച കേൾക്കണമെങ്കിൽ അയ്യോ, ക്യാപ്റ്റൻ ഇപ്പൊ വരുമല്ലോ തോറ്റ ടീമിന്റെ. യെസ്. അപ്പൊ ആരാണ് വരേണ്ടത്? പ്രായത്തിന് മൂത്തവർ ആദ്യം വരണമെന്നല്ലേ? അതെ. നിക്കാനും വയ്യ, കറങ്ങി പോകും. അല്ല, ഞാനൊരു കാര്യം ആഗ്രഹിക്കുന്നു. ലക്ഷ്മി ഇപ്പൊ പറഞ്ഞു പ്രായത്തിൽ മൂത്ത ഒരാളെ ഇനി ഒരിക്കലും സുധീരനെ അങ്ങനെ പറയാൻ പാടില്ല. അതുകൊണ്ട് ചെറുപ്പക്കാരൻ ഇങ്ങനെയൊക്കെ പറയണതിന് അത് അടിയുടെ ഒരു ശക്തി കുറയ്ക്കാൻ വേണ്ടിയാണ്. ചെറുപ്പക്കാരൻ പറഞ്ഞാൽ പുള്ളിക്ക് ഊർജ്ജം കയറുള്ളൂ. ഊർജ്ജം കയറട്ടെ. അല്ലല്ല, അങ്ങനെങ്കിലും ഊർജ്ജം കയറി അണ്ണൻ ഒരു ചെറുപ്പക്കാരനായിട്ട് നിൽക്കണം എന്നുള്ളതാണ്. എനിക്ക് 3-4 സജഷൻസ് ഉണ്ട്. ഒന്നാമത് അടിയുള്ളവർ എനിക്ക് വേദനിക്കണം. പിന്നെ കണ്ടുപിടി ചാട്ടയുടെ തുമ്പ് എന്റെ ഈ ഭാഗത്ത് കൊള്ളണം. ബാക്കിയെല്ലാം അടിച്ച് ഇല്ലാണ്ടാക്കി വെച്ചിരിക്കണോ? ഏകദേശം ഈ ഭാഗത്ത് അന്ന് തിരിഞ്ഞിരിക്കണ. പക്ഷെ ഒരു കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അണ്ണ കൈ ഇതാൾ വീശി തരണം. അല്ല, എന്റെ ഒരു ആഗ്രഹത്തിൽ വയനാടുകാരാ തകർത്ത് ഒന്നും നോക്കണ്ട. ഈ ഭാഗല്ലടാ, ഈ ഭാഗം അവിടെ ചിരട്ട വെച്ചിട്ടുണ്ട്. അതാണ്
ഇനി ഞാനാണ് അടിക്കാൻ പോകുന്നത്. അനുമോൾ ചെല്ല്. ഞാൻ അനുമോളെയാണ് ഇപ്രാവശ്യം സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഇഷ്ടമുള്ളവർ പറയും. അത് അവരുടെ ഇഷ്ടമല്ലേ? എല്ലാം അടിക്കണം. ഓക്കെ. അതിനെ തല്ലാൻ പോകുന്നത് സ്റ്റാർ മാജിക്കിലെ ഇടവേള ബാബു. ചേട്ടാ വിനയനല്ലേ ചേട്ടാ? അപ്പൊ വിനയുള്ളവരൊക്കെ ഇങ്ങനെ അടിക്കുവോ? ഇല്ല, പുറത്ത് വിനയുള്ളവർ അകത്ത് ഭയങ്കര ക്രൂരന്മാരായിരിക്കും. ഇപ്പോഴെങ്കിലും സത്യം പറഞ്ഞല്ലടാ നീ. അതെ. 1 2 3 അമ്മാ കരയാതെ കണ്ണുറങ്ങ്. കരണ്ട. അടുത്ത ആൽബത്തിൽ ഞാൻ നായികയായിട്ട് എടുക്കും. 5 അടിയും കൂടെ അടിക്കി. അതിനേക്കാൾ നല്ല അടി തന്നെ മതിയോ? ആരെ അടിക്കുന്നു? പക്കിക്കുഞ്ഞോ? ഗെയിം കളിക്കുമ്പോ മറ്റേ സ്റ്റീഫൻ സ്പിൽബർഗും ഞങ്ങള് ഈ പാവപ്പെട്ട വീട്ടിലെ അമ്മച്ചിമാര് കെട്ടിയ വൈകുന്നേരം ഇടി മേടിക്കാൻ നിൽക്കുമ്പോ ഇങ്ങനെ മുടി കെട്ടി വെക്കണം. അപ്പുറം പാലത്തിന്റെ അപ്പുറം എന്താ കേക്കാം. ഞാനിവിടെ ഐസ്ക്രീം തിന്നാൻ വന്നല്ല, അടി കൊള്ളാനോ. 3 go. രണ്ടുപേരും പിന്നെ ഭയങ്കര വണ്ണമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. എന്റെ പൊന്നോ, ഈ നിമിഷം കാണാനാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. അടിക്കാൻ നീ നിൽക്കാതെ അടിക്കാൻ പറ്റും. ഞാൻ നിന്നു. വാ അടിക്കേ. ശരി. കാലത്ത് രാവ് ഇന്നാണ്. ഈ പാട്ട് ഇങ്ങനായിരുന്നു. ഈ പാട്ട് ഇങ്ങനെയാണോ വരുന്നത്? അങ്ങനല്ല ചേട്ടാ, ഇതാണ് ഇത്ര നാളെ നീ പാടിക്കൊണ്ടിരുന്ന പാട്ട്. എന്നിട്ടാണ് നീ എന്നെ അടിക്കാൻ നടന്നത്. ഇത്രയും നല്ല പാട്ടാന്ന് എനിക്കറിയാൻ. പാട്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത്. നീ എന്നെ അടുത്ത് അടിച്ചു. അടിക്കോ? അങ്ങനെ ഞാൻ നമിക്കുന്നു. മുത്തേസത്തിന് വേണ്ടി ഞാൻ എന്തുമാത്രം ഇടി കൊണ്ടിട്ടെന്ന് പറയാം. അപ്പൊ ഈ മുത്തേസത്തിന്റെ ആരാധകർക്ക് വേണ്ടി ഞാൻ ഈ അടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ആയിക്കോട്ടെ, താങ്ക് യു. ഓക്കെ ചേട്ടാ, ആടി കൊടുക്കട്ടാ. സത്ത് എടുക്കണം പുറത്ത്. ഈ മുത്തിന്റെ സത്ത് വെളിയിൽ വരണോ? കണ്ണീരൊക്കെ വരുമോ നിനക്ക്? കേരളത്തിലെ അറിയപ്പെടുന്ന ഇവിടെ പട്ടി അടി കൊള്ളുന്നവരെ അടി കൊണ്ടെങ്കിൽ ഒരു 4 പേര് മുത്തേസത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിലും വലിയ വേദനയൊന്നും അല്ലടാ അത്. ലാസ്റ്റ് നീ അയച്ചു കൊടു. നീ ലാസ്റ്റ് പോയാൽ മതി. ഹലോ, നാടകം നിർത്ത. അയച്ചു ഭയങ്കര നാടകം വരുന്നു അവിടെ. നീ ഇതിനെ അടിക്കാൻ പറ്റുന്ന എനിക്കറിയാം. നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട വീണ്ടും. കൊറേ നാളെ എന്റെ കണക്കിനെ എന്ത് പാവം നോക്കിയാണ്. എവിടെ വേണം? എവിടെയെങ്കിലും അടിച്ചു. മൊത്തം തഴമ്പിച്ച് കിടക്കുക. 1 2 3 അടിക്കണേ. go. നല്ല ഫ്രോക്ക്, നല്ല അഭിനയം. അടുത്ത നാഷണൽ അവാർഡ് മുഖ്യർ നിനക്കായിരിക്കും. ഈ അടിയുടെ പേരാണ് തൂവൽ സ്പർശം. അത് ഇറച്ചിക്കടയിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നു, കേരളത്തിലകത്തും പുറത്തും പശ്ചിമ ജർമ്മനിയിലും ഇരുമ്പനത്തും ഇവിടെ കിട്ടുന്ന ചില പോയിന്റുകളുടെ കാര്യമൊന്നുമില്ല. നിങ്ങളെ അടിക്കാൻ വേണ്ടി ഭൂമിയിൽ ജനനം എടുത്ത ആളും ഒതുങ്ങി. നീ ഇവിടെ വരേണ്ടവളല്ല. നീ അല്ല, ഇവിടെ നീ വരേണ്ടവളല്ല. അടിമാലി ശ്രീവിദ്യ 100ാം അടി ഇവിടെ ഗ്രാൻഡ് ഫിനാലെ ആയതുകൊണ്ട് വലിയ ഇവന്റ് ആണ് ഇവിടെ. ചേട്ടാ പോക്കറ്റിൽ കയറ്റിരിക്കണം, എനിക്ക് ഇഷ്ടമല്ല. നിന്റെ ഇഷ്ടത്തിനാണോ ഞാൻ പോക്കറ്റ്? എന്ത് ന്യായമാണ് പറയണേ? ജയിച്ചു. എന്റെ പോക്കറ്റ് കൈയിടാൻ എനിക്ക് അധികാരമില്ലേ? എന്നാ കൊണ്ടാ ഞാൻ നിന്റെ പോക്കറ്റ് കൈയിടാം. എനിക്കെന്തായാലും അടി കൊള്ളുമ്പോ പോക്കറ്റ് കയറണം. ചേട്ടൻ പറയണ പോലെ ഞാൻ നിൽക്കാറില്ലേ? ചേട്ടൻ അങ്ങനെ വേണ്ട ഞാൻ എന്റെ ഇഷ്ടത്തിന് ഞാൻ നിന്റെ ശ്രീകൃഷ്ണൻ നിൽക്കണ നീ വേണം അടിച്ചിട്ട് പോയി. അങ്ങനെയാണെങ്കിൽ 2 കാലിലും അടിയുള്ളൂ. ഇങ്ങനെ തന്നെ അടിച്ചോ.
ഇല്ല മൈക്കൊന്നും ഞാൻ പിടിക്കും. ചേട്ടാ വർഷങ്ങളായിട്ട് ഇങ്ങനെയാ. ഇല്ല വർഷങ്ങളായിട്ട് ഇങ്ങനെ വേണ്ട. ഞാൻ തിരുത്തി കുറിക്കാൻ പോവാ. അവിടെ പല കാര്യങ്ങളും ഞാൻ തിരുത്തി കുറിക്കാൻ പോവാ. പക്ഷെ അടിയൊന്നും ഉണ്ടല്ലോ. അടിയൊന്നും ഉണ്ട്. മിഥുനൻ രാശിയിലാണ് നിൽക്കുന്നത്. എന്ത് സംഭവിക്കാൻ? 1 2 3 ഗോ. പള്ളക്കെട്ട് കുത്തിയതിന് വേറെ പൂർത്തി. നീറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് എൻട്രൻസ് എക്സാമിന് ഒരുങ്ങാം കേട്ടോ. അതിന് ഏറ്റവും ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് സൈലം ലേണിംഗ്. അപ്പം സൈലത്തിന്റെ ക്രാഷ് കോഴ്സ് നിങ്ങൾക്കായിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് മോഡിഫൈ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സിലബസ് ബേസ്ഡ് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സുകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സോ ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്യൂ സൈലം ലേണിംഗ് ആപ്പ്. ഇപ്പോ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വെറും 5000 റുപ്പീസിന് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇതിലും ഇന്നത്തെ എപ്പിസോഡിൽ ഒരുപാട് നമ്മളിങ്ങനെ കുടുകുടാ ചിരിച്ചല്ലേ. ഇതിലും നമ്മളിവിടെ ചിരിച്ചു. ആൻഡ് നമ്മുടെ ഷാജോൺ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു എപ്പിസോഡ്? എൻജോയ് ചെയ്തോ? തീർച്ചയായിട്ടും ലക്ഷ്മി. ഒരുപാട് ചിരിച്ചു, ഒരുപാട് സന്തോഷം. ഓക്കെ, ഇതിലും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കുക. സോ നൗ വി ആർ സേയിങ് ബൈ ഫ്രം ബർജർ പെയിന്റ്സ് വെതർകോട്ട് ലോങ് ലൈഫ് സ്റ്റാർ മാജിക് പവർഡ് ബൈ ഈസ്റ്റേൺ, ChavraMatrimony.com, Scott Floor Cleaner, Valluvanadu Easy Money, easy to make more money, Kerala Matrimony, Arun Ice Creams, Lana Technologies, Jackson Chirita Maker, and Sheen Lac Water Based Wood Polish. Our online education partner, Xylem MBBS Mobile Entrance App. Our special partner, Chris Pello saying, ta-ta, bye-bye, good night.